സിറിയയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ 2-3 ദിവസമായി വലിയ സംഘർഷമാണ് സിറിയയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തു കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലി പിന്തുണയുള്ള ഡ്രൂസ് വിഭാഗം അവിടുത്തെ ഔദ്യോഗിക സർക്കാർ സേനയ്ക്ക് നേരെ ആദ്യ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടത്തിയത്. അഥവാ ഔദ്യോഗിക സർക്കാരിനെതിരെ അവർ യുദ്ധപ്രഖ്യാപനം നടത്തി എന്നതാണ്. ഇതിനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേൽ വലിയ രീതിയിലുള്ള വ്യോമാക്രമണങ്ങളാണ് ഡമസ്കസിലും സിറിയൻ പ്രസിഡന്റ് അബുൽ ഷറാവിന്റെ ഔദ്യോഗിക വസതിയിലേക്കും അഥവാ കൊട്ടാരത്തിലേക്കും അടക്കം നടത്തിയിട്ടുള്ളത്. വളരെ വലിയ രീതിയിലുള്ള വ്യോമാക്രമണമായിരുന്നു. ഉടൻ തന്നെ കൊട്ടാരം വിട്ടു പോകണമെന്നും സിറിയ വിട്ടു പോകണമെന്നും അവർ അന്ത്യശാസനം നൽകി. പക്ഷേ ഇവിടെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ അവരുടെ വ്യോമാക്രമണം നിർത്തി എന്ന് മാത്രമല്ല, ഈ സർക്കാരിനെതിരെ കലാപം തുടങ്ങിയ ഈ ഡ്രൂസുകൾ പൂർണ്ണമായിട്ടുള്ള കീഴടങ്ങലിന്റെ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സിറിയയിൽ സംഭവിച്ചത്? നമുക്ക് പരിശോധിക്കാം. അവിടെ സിറിയയിൽ ബഷർ അൽ അസദിന് ശേഷം ഭരണത്തിലേറിയ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക സർക്കാർ സംവിധാനം അവിടുത്തെ എല്ലാ വിഭാഗങ്ങളെയും ഈ ഡ്രൂസുകളെ അടക്കം ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു സർക്കാർ സംവിധാനമാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അഥവാ നിലവിൽ തമ്മിൽ പരസ്പരം കലഹിക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും ഒന്നിച്ചു നിർത്താനും ഒരു സർക്കാർ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് അബുൽ ഷറ അഥവാ ജുലാനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നടത്തിക്കൊണ്ടിരിക്കലാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഡ്രോസുകൾ അതിനോട് സഹകരിക്കാതാവുകയും തങ്ങളുടെ ആവശ്യങ്ങൾ മറ്റു ചിലതാണ് എന്നും തങ്ങൾക്ക് സ്വതന്ത്ര റിപ്പബ്ലിക് വേണമെന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ അഥവാ സായുധ സമരങ്ങൾ ആരംഭിച്ചത്. അതിനുശേഷമാണ് ഈ സായുധ കലാപങ്ങൾക്ക് ഇസ്രായേലിന്റെ പിന്തുണ നൽകിയത്. അഥവാ ഡ്രൂസുകൾക്ക് ആയുധങ്ങൾ നൽകിക്കൊണ്ട് സിറിയൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇസ്രായേൽ എല്ലാവിധ പിന്തുണയും നൽകി, അതിനുവേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും നൽകി. തുടർന്ന് ഈ ഡ്രൂസുകൾ അവിടെ വിമത പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലി പിന്തുണയോടെ നടത്തിയ സമയത്ത് ആദ്യം സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച്, സർക്കാരിന്റെ ഔദ്യോഗിക സേനയെ ഉപയോഗിച്ച് അതിനെ തിരിച്ചടിച്ചുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്താനും അഥവാ ഡ്രൂസ് വിഭാഗത്തിന്റെ ഈ അതിക്രമങ്ങളെ ഇല്ലാതാക്കാനുമാണ് യഥാർത്ഥത്തിൽ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സംവിധാനം നോക്കിയത്. പക്ഷേ അവിടെ ചില പിഴവുകൾ സംഭവിച്ചു. അത് എന്നുള്ളത് ഡ്രൂസ് വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകൾ അവർക്ക് കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അഥവാ ഇസ്രായേലി പിന്തുണയോടുകൂടി അവർ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുകയും അവരുടെ മേഖലകളിൽ അവരുടെ സ്വാധീന ശക്തിയായി എന്നുള്ളതും ഒരു കൃത്യമായിട്ടുള്ള കാര്യമാണ്. അതിനെ മറികടക്കാൻ ജുലാനി ചെയ്തിട്ടുള്ള കാര്യം എന്നുള്ളത് സർക്കാർ സേനയെ ഇറക്കിക്കൊണ്ട് അവരെ തിരിച്ചടിക്കുക എന്നതായിരുന്നു. പക്ഷേ അത് വലിയ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ജുലാനിയുടെ ഔദ്യോഗിക സേനയ്ക്ക് ലഭിച്ചത്. തുടർന്ന് ജുലാനി യുദ്ധതന്ത്രം മാറ്റുകയും ഈ ഒരു വിഭാഗത്തെ നേരിടാൻ ഏറ്റവും നല്ലത് ഈ ബദവികളായ ആളുകളാണ് എന്ന് മനസ്സിലാക്കുകയും ആ ബദവി വിഭാഗത്തെ രംഗത്തിറക്കുകയാണ് ചെയ്തത്. അഥവാ ഈ ഗോത്ര വിഭാഗത്തെ നേരിടാൻ മറ്റൊരു ഗോത്ര വിഭാഗമായ അറേബ്യൻ ബദവികളെ രംഗത്തിറക്കി എന്നതാണ്. ഡ്രൂസുകളുടെ എല്ലാ കുറവുകളും അവരുടെ എല്ലാ വീക്ക്നെസ്സും അവരുടെ തന്ത്രപ്രധാന പോയിന്റുകളുടെ മർമ്മവും അറിയാവുന്ന ബദവികൾ രംഗത്തിറങ്ങിയോടുകൂടി ഡ്രൂസുകൾക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ ഈ 2 വിഭാഗങ്ങളും ഈ ഇസ്രായേലിൽ സ്വാധീനമുള്ള വിഭാഗങ്ങളാണ്. അഥവാ അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. ബദവികളായാലും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഡ്രൂസുകളായാലും 2 വിഭാഗവും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ബദവികൾക്ക് നേരെ വ്യോമാക്രമണം നടത്തി വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേലിന് പോകാൻ സാധിച്ചില്ല. പകരം ഈ ബദവികൾ വളരെ പെട്ടെന്ന് തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇവരെ കീഴടക്കുകയും ഡ്രൂസുകളെ കീഴടക്കുകയും ഇന്ന് അവരെ നിർദാക്ഷിണ്യം വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. കീഴടങ്ങിയവരെ പോലും വെറുതെ വിടാൻ ഈ ബദവികൾ തയ്യാറാവുന്നില്ല. ബദവികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് രാജ്യത്തെ ആയാലും ഈ ബദവികൾ ആരുടെ മുമ്പിലും കീഴടങ്ങാനോ അല്ലെങ്കിൽ വഴങ്ങിക്കൊടുക്കാനോ തയ്യാറാവാറില്ല. അതുകൊണ്ട് തന്നെ സിറിയയിൽ ഇത്തരം പ്രശ്നങ്ങൾ എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ ബദവികൾക്ക് സാധിക്കും. കൃത്യമായിട്ട് ഡ്രൂസുകളുടെ യുദ്ധതന്ത്രങ്ങളും അവരുടെ ശക്തിയും ദൗർബല്യങ്ങളും കൃത്യമായിട്ട് അറിയാവുന്ന മറ്റൊരു വിഭാഗമാണ് ബദവികൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളെ പരിഗണിച്ചാലും അല്ലെങ്കിൽ ഈ ബദവികളുള്ള സ്ഥലങ്ങളെ പരിഗണിച്ചാലും
അവർ ഒരിക്കലും എളുപ്പത്തിൽ വഴങ്ങുന്നവരോ കീഴടങ്ങുന്നവരോ അല്ല എന്നുള്ളതാണ്. അവരുടെ പോരാട്ടങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചാൽ മാത്രമേ അവർ പിന്മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അഥവാ ജുലാനി ഇത്തരത്തിലുള്ള ഒരു മറുതന്ത്രമാണ് ഏറ്റവും നല്ല മരുന്നെന്ന് അഥവാ മറുമരുന്നെന്ന്. ഡ്രൂസുകൾ ഇസ്രായേലി പിന്തുണയോടുകൂടി ഒരു ആക്രമണം നടത്തി മുമ്പോട്ട് വരുമ്പോൾ അവർക്കുള്ള ഏറ്റവും നല്ല മറുപടി ഇതാണെന്നും അവർക്കെതിരെ പ്രയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല തന്ത്രം ഈ ബദൈവികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരിച്ചടിയാണെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് ജുലാനി യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഏതായാലും സിറിയ വീണ്ടും അശാന്തമാവുമോ എന്നുള്ള സംശയമാണ് ഇവിടെ ഉടലെടുക്കുന്നത്. എന്നാൽ പോലും കഴിഞ്ഞ ഒരു അധികാര കൈമാറ്റത്തിന് ശേഷം ബഷർ അൽ അസദിനെ അവിടെ നിന്നും മാറ്റിയതിനു ശേഷം അവിടെ അധികാരത്തിലേറിയ അബുൽ ഷറാന്റെ നേതൃത്വത്തിലുള്ള അഹമ്മദ് അൽ ഷറാവിന്റെ നേതൃത്വത്തിലുള്ള ജുലാനി എന്ന് വിളിപ്പേരുള്ള ഈ ഒരു സർക്കാർ സംവിധാനം പൂർണ്ണമായിട്ടും നയതന്ത്ര ബന്ധത്തോടൊപ്പം തന്നെ അവിടുത്തെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് സിറിയയെ കൊണ്ടുപോവുക എന്നുള്ള ഉദ്ദേശമാണ് ലക്ഷ്യം വെക്കുന്നത്. അത് പൂർണ്ണമായിട്ടും നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ പുതിയൊരു സിറിയയാണ് ലോകത്തിന് കാണാനാവുക.